അപ്പോൾ ഇത്രയും ചളിയിൽ നിന്ന് നമുക്ക് 2.25 വോൾട്ടേജ് ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബൾബ് കത്തിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാടത്ത് ചളിയിൽ നിന്ന് എങ്ങനെ കറണ്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിറച്ച് നമുക്ക് ചളി വേണം, എന്നാലാണ് നമുക്ക് പാടത്ത് ചളിയിൽ നിന്ന് എങ്ങനെ കറണ്ട് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചളി എടുക്കാൻ പോകാം കേട്ടോ. ഇതാ ഇവിടെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ചളി മതി. എന്തായാലും ആണല്ലേ, നമ്മളിത് ഫുള്ളായിട്ട് ചളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ചളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതി നമുക്ക്. അത്യാവശ്യം കുറച്ച് വൈദ്യുതിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പാടത്തു നിന്ന് കൊടുക്കുന്ന ചളിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക്, ഒരു ബീക്കറിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് ചളി ഫുള്ളായിട്ട് ഇതിൽ ഗ്ലാസ്സിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലത്തെ ചളിയിൽ മാത്രം നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എങ്ങനെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് രണ്ട് സാധനങ്ങൾ വേണം കേട്ടോ. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് കാർബണും അതേപോലെ സിങ്കും വേണം. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു പഴയ ബാറ്ററി എടുക്കുക കേട്ടോ. ഇത് കുറച്ച് വലിയ ബാറ്ററിയാണ്. ഏത് ബാറ്ററി ആയാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ബാറ്ററി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കാർബൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് വലിയ ബാറ്ററി നിന്നാണ് എടുത്തത്. പിന്നെ നമുക്ക് സിങ്കും കൂടി ഒന്ന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിങ്ക് കേട്ടോ. നമുക്കിതിൻ്റെ കുറച്ച് പകുതി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ ബാറ്ററിയിൽ നിന്ന് എടുത്ത ഇത് സിങ്ക് പ്ലേറ്റ് ആട്ടോ. അത് കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നെഗറ്റീവാണ്. അതുപോലെ ഇത് അതിൻ്റെ ഉള്ളിലത്തെ കാർബണാണ് കേട്ടോ. കാർബണിൽ നമ്മളിതേപോലെ ഒരു വയർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് പോസിറ്റീവാണ്. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് കളർ ഇട്ടത് കേട്ടോ വരുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് എത്ര വോൾട്ടേജ്, ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് ഈ ഒരു ഗ്ലാസ് ചെളിയിൽ നിന്ന് നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു സിങ്ക് ഭാഗം നമുക്കിങ്ങനെ കുത്തി വയ്ക്കാം. ഓക്കെ. അതേപോലെ പ്ലസ് ഭാഗം കാർബൺ നമുക്ക് ഈ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തി വയ്ക്കാം. അപ്പോൾ നമ്മൾ രണ്ട് വയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മൾട്ടിമീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിമീറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്ലസും മൈനസിലും നമുക്ക് രണ്ട് വയർ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. എത്ര വോൾട്ടേജ് വരുന്നു? 0.63 വോൾട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് 0.63 വോൾട്ട് കിട്ടുന്നുണ്ട്. DC കറണ്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇത്രയും വോൾട്ടേജ് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഗ്ലാസ്സിൽ നിന്ന് മാത്രം 63 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു 4 ഗ്ലാസ് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ്സിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത ഈ ഒരു ഗ്ലാസും കൂടി ഉണ്ട്. ഇനി നമുക്കിത് പാരലായിട്ടുള്ള സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സിൽ നിന്ന് 63 വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഗ്ലാസ്സിൽ നിന്നും അതേ വോൾട്ടേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാർബൺ മാറ്റിയിട്ട് ഈ ഒരു തലക്കിലേക്ക് വെക്കാം കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് മാറ്റി.
ഇനി നമ്മളിതങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഒരു സിങ്കിൽ നിന്ന് ഒരു കാർബണായിട്ട് നമ്മൾ വയറിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ടതാണ്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം, അതായത് സിങ്ക് ഇട്ട ഒരു ഭാഗത്ത് നമുക്ക് അടുത്തത് കാർബൺ, പിന്നെ ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ കുത്തി വയ്ക്കുക. ഓക്കെ, വീണ്ടും ഒരെണ്ണം എടുക്കുക. ഇതേപോലെ കാർബൺ, സിങ്ക് ഇതിങ്ങനെ വെച്ചു. വീണ്ടും അതേപോലെ ഒരു പ്ലേറ്റ് എടുക്കുക, കാർബൺ, സിങ്ക്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടറ്റത്തും ന്യൂട്രും ഫേസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എത്ര വോൾട്ടേജ് ഇനി വരുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. നമ്മളിവിടെ പ്ലസ് കൊടുത്തു, മൈനസും കൊടുത്തു. എത്ര വോൾട്ട് വരുന്നുണ്ട്? 2.24 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. 2.24 വോൾട്ടേജ് നമുക്ക് ഈ 4 ഗ്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വോൾട്ടേജ് നമുക്ക് ഇത്രയും ചളിയിൽ നിന്ന് നമുക്ക് കിട്ടി. 2.25 വോൾട്ടേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ബൾബ് കത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബൾബ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബൾബിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇതിലൊന്ന് കണ്ടില്ലേ, കാണണ്ടോ? ചെറിയൊരു വട്ടത്തിൽ കത്തുന്നത് കാണാം, LED ബൾബ് ആണല്ലേ. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോ വരണത് നമ്മൾ വെറുതെ ഒരു എക്സ്പെരിമെൻറ്റിന് മാത്രം ചെയ്തതാണ് കേട്ടോ. ഇതൊന്നും വലിയ രീതിയിലുള്ള കറണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. ചെറിയൊരു LED ബൾബുകൾക്ക് മാത്രമേ കത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾക്ക് ഈ പാടത്തെ ചളിയിലും നമുക്ക് കറണ്ട് ഉൽപ്പാദിക്കാൻ പറ്റും എന്നുള്ള ചെറിയൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ മാത്രമായിട്ട് ഇത് കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ഓരോ ടിപ്സായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.